കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഈ നെക്ക് മാർക്ക് ചെയ്യാന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യാന്നുള്ളതാണ് പഠിക്കേണ്ടത്. കോണ് വരുന്ന ഭാഗത്ത് നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒന്ന് മാർക്ക് ചെയ്യുക. കണ്ടതാ, ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു അളവാണ് കേട്ടോ പറയുന്നത്. നമ്മളിവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, 3.4 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ഒരു മാർക്കിങ്ങും കൂടി കൊടുക്കുക. ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാനാണ്. നമ്മൾ എത്രയാണോ ലെങ്ത് എടുത്തത് അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ശേഷം ജസ്റ്റ് ഇതാ ഈ ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ ഒന്ന് കേർവ് ചെയ്തിട്ട് ഈ പോകുന്നത് നേരെ മുകളിലേക്കായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാ ഇവിടുന്ന് ഇതുപോലെ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരച്ച് പഠിക്കാം. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ടൂൾ ഉപയോഗിച്ച് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചെയ്ത് പഠിക്കരുത്. ഇത് 2, 3, 4, 5 തവണ നിങ്ങളൊരു പേപ്പറിലൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ആവും. ഇത് നമ്മൾ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റ് ഇല്ല, അവിടെ 1 ഇഞ്ച് വെക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ പുറത്തോട്ട് ഓരോ ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്യുക. ഇതുവരെ നമ്മൾ സ്ട്രൈറ്റ് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു പോയിന്റ് ഉണ്ടോ, കറക്റ്റ് ഈ ഉള്ളിൽ മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്, അല്ലാതെ ഇവിടെ വെച്ചിട്ടല്ല. ഈ ഒരു പോയിന്റിൽ ഇതുപോലെ ഇവിടെയും നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇത് വേണമെങ്കിൽ 3/4 ഇഞ്ചും മാർക്ക് ചെയ്യാം. ശേഷം ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ഇതാ ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് മുകളിലേക്ക് ഒന്ന് മുട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് മുകളിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.